ശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഏവർക്കും സ്വർഗീയ മന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുവാൻ പോകുന്നത് ന്യായാധിപന്മാരുടെ പുസ്തകം 16-ാം അധ്യായത്തിലെ ചോദ്യോത്തരങ്ങളാണ്. ചോദ്യം 1. എവിടെ വെച്ചാണ് സാംസൺ ഒരു സ്വൈരിണിയെ കണ്ടുമുട്ടിയത്? ഉത്തരം ഗാസായിൽ. ചോദ്യം 2. സാംസൺ വന്നിട്ടുണ്ടെന്നറിഞ്ഞ് ആരാണ് പട്ടണവാതിൽക്കൽ പതിയിരുന്നത്? ഉത്തരം ഗാസ നിവാസികൾ. ചോദ്യം 3. പ്രഭാതം വരെ കാത്തിരുന്ന് രാവിലെ സാംസണെ എന്തു ചെയ്യാമെന്നാണ് ഗാസ നിവാസികൾ പറഞ്ഞത്? ഉത്തരം കൊല്ലാം. ചോദ്യം 4. സാംസൺ എഴുന്നേറ്റ് എന്താണ് തോളിൽ വെച്ച് കൊണ്ടുപോയത്? ഉത്തരം പട്ടണ പടിപ്പുരയുടെ വാതിൽ കട്ടിളക്കാലോടുകൂടി പറിച്ചെടുത്ത്. ചോദ്യം 5. സാംസൺ ഗാസായിൽ നിന്നും എങ്ങോട്ടാണ് പോയത്? ഉത്തരം ഹെബ്രോന്റെ മുൻപിലുള്ള മലമുകളിലേക്ക്. ചോദ്യം 6. സാംസൺ സോറേക്ക് താഴ്വരയിലുള്ള ആരെയാണ് സ്നേഹിച്ചത്? ഉത്തരം ദലീല എന്ന സ്ത്രീയെ. ചോദ്യം 7. ഫിലിസ്ത്യരുടെ നേതാക്കന്മാർ ദലീലാക്ക് തങ്ങൾ ഓരോരുത്തരും എന്തു തരാമെന്നാണ് പറഞ്ഞത്? ഉത്തരം 1100 വെള്ളി നാണയം. ചോദ്യം 8. സാംസന്റെ ശക്തി എവിടെ സ്ഥിതി ചെയ്യുന്നുവെന്നും അവനെ എങ്ങനെ കീഴടക്കി ബന്ധിക്കാമെന്നും മനസ്സിലാക്കാൻ ആരാണ് ദലീലയോട് പറഞ്ഞത്? ഉത്തരം ഫിലിസ്ത്യരുടെ നേതാക്കന്മാർ. ചോദ്യം 9. എന്തുപയോഗിച്ച് ബന്ധിച്ചാലാണ് തന്റെ ശക്തി കുറഞ്ഞ് മറ്റു മനുഷ്യരെ പോലെയാകുമെന്ന് സാംസൺ പറഞ്ഞത്? ഉത്തരം ഉണങ്ങാത്ത പുതിയ 7 ഞാണുകൊണ്ട്. ചോദ്യം 10. പുതിയ 7 ഞാൺ കൊണ്ടുവന്നത് ആര്? ഉത്തരം ഫിലിസ്തീൻ പ്രഭുക്കന്മാർ. ചോദ്യം 11. ആരാണ് ഞാണുകൊണ്ട് സാംസനെ ബന്ധിച്ചത്? ഉത്തരം ദലീല. ചോദ്യം 12. എങ്ങനെയാണ് സാംസൺ ഞാണുകൾ പൊട്ടിച്ചു കളഞ്ഞത്? ഉത്തരം അഗ്നി ചണനൂലിനെ എന്ന പോലെ. ചോദ്യം 13. ആരാണ് ദലീലയെ കബളിപ്പിച്ച് നുണ പറഞ്ഞത്? ഉത്തരം സാംസൺ. ചോദ്യം 14. എന്തുകൊണ്ട് ബന്ധിച്ചാണ് താൻ ദുർബലനായി മറ്റാരെയും പോലെയാകുമെന്ന് സാംസൺ ദലീലയോട് പറഞ്ഞത്? ഉത്തരം ഒരിക്കലും ഉപയോഗിച്ചിട്ടില്ലാത്ത പുതിയ കയറുകൊണ്ട്. ചോദ്യം 15. ദലീല സാംസണെ കയറുകൊണ്ട് കെട്ടിയപ്പോൾ പതിയിരുന്നവർ എവിടെയായിരുന്നു? ഉത്തരം അകത്തെ ഒരു മുറിയിൽ. ചോദ്യം 16. കെട്ടിയിരുന്ന കയർ എന്തുപോലെയാണ് സാംസൺ പൊട്ടിച്ചു കളഞ്ഞത്? ഉത്തരം നൂല് പോലെ. ചോദ്യം 17. എന്തെടുത്ത് പാവിനോട് ചേർത്ത് ആണിയിൽ ഉറപ്പിച്ച് നെയ്താൽ താൻ ബലഹീനനാകുമെന്നാണ് സാംസൺ പറഞ്ഞത്? ഉത്തരം സാംസന്റെ 7 തലമുടി ചുരുൾ. ചോദ്യം 18. സാംസൺ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് എന്താണ് വലിച്ചു പൊളിച്ചത്? ഉത്തരം ആണിയും തറിയും പാവും. ചോദ്യം 19. നിന്റെ ഹൃദയം എന്നോട് കൂടെയില്ലെങ്കിൽ എന്നെ സ്നേഹിക്കുന്നുവെന്ന് നിനക്ക് എങ്ങനെ എന്നോട് പറയുവാൻ കഴിയും? ആര് ആരോട് പറഞ്ഞു? ഉത്തരം ദലീല സാംസനോട്. ചോദ്യം 20. ദലീലയുടെ ദിവസം തോറുമുള്ള നിർബന്ധവും അലട്ടലും സാംസണ് എന്തിനു തുല്യമായി? ഉത്തരം മരണത്തിന്. ചോദ്യം 21. ദലീലയുടെ അലട്ടൽ മരണത്തിന് തുല്യമായപ്പോൾ എന്താണ് സാംസൺ അവളോട് പറഞ്ഞത്? ഉത്തരം സാംസന്റെ ശക്തിയുടെ രഹസ്യം. ചോദ്യം 22. സാംസന്റെ തലയിലെ എത്ര മുടി ചുരുളുകളാണ് ക്ഷൗരം ചെയ്യിച്ചത്? ഉത്തരം 7. ചോദ്യം 23. മറ്റവസരങ്ങളിൽ എന്ന പോലെ തന്നെ താൻ എന്താകുമെന്നാണ് സാംസൺ പറഞ്ഞത്? ഉത്തരം രക്ഷപ്പെടും. ചോദ്യം 24. എന്ത് തന്നെ വിട്ടുപോയ കാര്യമാണ് സാംസൺ അറിയാഞ്ഞത്? ഉത്തരം കർത്താവ്. ചോദ്യം 25. ഫിലിസ്ത്യർ സാംസണെ എങ്ങനെയാണ് ഗാസായിലേക്ക് കൊണ്ടുപോയത്? ഉത്തരം കണ്ണ് ചൂഴ്ന്നെടുത്ത്. ചോദ്യം 26. എന്തുപയോഗിച്ചാണ് സാംസണെ അവർ ബന്ധിച്ച് കാരാഗൃഹത്തിലാക്കിയത്? ഉത്തരം ഓട്ടുചെങ്ങല ഉപയോഗിച്ച്. ചോദ്യം 27. എന്ത് ജോലിയാണ് സാംസൺ കാരാഗൃഹത്തിൽ ചെയ്തത്?
ഉത്തരം മാവ് പൊടിക്കുന്നത്. ചോദ്യം 28. ഫിലിസ്തീനയുടെ ദേവൻ ഏത്? ഉത്തരം ദാഗോൻ. ചോദ്യം 29. ഫിലിസ്തീയ പ്രഭുക്കന്മാർ ഒരുമിച്ച് കൂടിയത് എന്തിനാണ്? ഉത്തരം ദാഗോന് ഒരു ബലി കഴിച്ച് സന്തോഷിക്കാൻ. ചോദ്യം 30. സാംസണെ കണ്ടപ്പോൾ ആരാണ് തങ്ങളുടെ ദേവനെ സ്തുതിച്ചു പറഞ്ഞത്? ഉത്തരം ജനങ്ങൾ. ചോദ്യം 31. തങ്ങളുടെ മുൻപിൽ എന്ത് കാണിക്കുന്നതിനാണ് ജനങ്ങൾ സാംസനെ വിളിക്കാൻ പറഞ്ഞത്? ഉത്തരം അഭ്യാസം. ചോദ്യം 32. സാംസണെ കാരാഗൃഹത്തിൽ നിന്നും കൊണ്ടുവന്നപ്പോൾ കൈക്ക് പിടിച്ചിരുന്നത് ആര്? ഉത്തരം ബാലൻ. ചോദ്യം 33. ആരെക്കൊണ്ടാണ് കെട്ടിടം നിറഞ്ഞിരുന്നത്? ഉത്തരം പുരുഷന്മാരെയും സ്ത്രീകളെയും കൊണ്ട്. ചോദ്യം 34. മേൽത്തട്ടിൽ എത്ര പേരാണ് അഭ്യാസം കണ്ടുകൊണ്ടിരുന്നത്? ഉത്തരം ഏകദേശം 3000 സ്ത്രീ പുരുഷന്മാർ. ചോദ്യം 35. ഫിലിസ്തീനരോട് പ്രതികാരം ചെയ്യാൻ എന്ത് ശക്തിപ്പെടുത്താനെന്നാണ് സാംസൺ കർത്താവിനോട് പ്രാർത്ഥിച്ചത്? ഉത്തരം തൻ്റെ കണ്ണുകളിൽ ഒന്നിന്. ചോദ്യം 36. സാംസൺ തൻ്റെ വലത്തുകൈയും ഇടത്തുകൈയും കൊണ്ട് തള്ളിയത് എന്ത്? ഉത്തരം കെട്ടിടം താങ്ങി നിന്നിരുന്ന 2 നെടുംതൂണുകളെ. ചോദ്യം 37. ആരുടെ മേലാണ് കെട്ടിടം തകർന്നു വീണത്? ഉത്തരം കെട്ടിടത്തിലുണ്ടായിരുന്ന പ്രഭുക്കന്മാരുടെയും മറ്റാളുകളുടെയും സാംസന്റെയും മേൽ. ചോദ്യം 38. സാംസൺ ജീവിച്ചിരിക്കുമ്പോൾ കൊന്നവരെക്കാൾ അധികമായിരുന്നത് ആര്? ഉത്തരം മരണസമയത്ത് സാംസൺ കൊന്നവർ. ചോദ്യം 39. സാംസന്റെ ശരീരം കൊണ്ടുപോയത് ആര്? ഉത്തരം സഹോദരന്മാരും കുടുംബക്കാരും. ചോദ്യം 40. ആരുടെ ശവകുടീരത്തിലാണ് സാംസണെ സംസ്കരിച്ചത്? ഉത്തരം പിതാവായ മനോവയുടെ. ചോദ്യം 41. സാംസന്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏത്? ഉത്തരം സോറാക്കും എഷ്താവോലിനും ഇടയ്ക്ക്. ചോദ്യം 42. സാംസൺ എത്ര വർഷമാണ് ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയത്? ഉത്തരം 20 വർഷം. ചോദ്യം 43. ന്യായാധിപന്മാരുടെ പുസ്തകം 16-ാം അധ്യായത്തിൽ എത്ര തലക്കെട്ടുകളാണ് ഉള്ളത്? ഉത്തരം 2.